ഇന്ന് വലിയ പണിയൊന്നുമില്ലല്ലോ, നമുക്ക് ഷിപ്പിലെ സൂപ്പർ മാർക്കറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാല് കാണിച്ചു കൊടുക്കാം. എന്താണ് നമുക്ക് അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മളെ ഗാലി എന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ഗാലി. അതായത് നമുക്ക് 3 നേരം തിന്നാൻ കിട്ടുന്നതും നമ്മൾ തിന്നിട്ട് തള്ളക്ക് വിളിക്കുന്നതുമായ നമ്മുടെ ജീപ്പുക്കും ഗാലിയും. ഡിഷ് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റില്ല അളിയാ. ഇത് പറഞ്ഞ സ്ക്വിഡ് വെച്ച് ഒരു കറി. ഇതാണ് നമ്മളെ ഡ്രൈ പ്രൊവിഷൻ റൂം. റഷ്യൻ ബ്രൂ അധികം ആയതുകൊണ്ട് ഇന്ത്യൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിനകത്ത് ഉണ്ടാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സോസേജ്, മയോണീസ്, പിന്നെ മയോണൈസിന്റെ ഒരു കുമ്പാരോടല്ലേ. അതാ മയോണൈസ് ഉണ്ട്. മയോണൈസ് അത്യാവശ്യം ഉണ്ട്. 2 രൂപയായി. പിന്നെ മുസ്ലി ഇപ്പൊ 1 മന്ത് 28 ഡേയ്സ് 1 മന്ത് പിടിക്കാം. പിന്നെ പ്രൊവിഷൻ റൂമും കാര്യങ്ങള്. പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ കോഫി. ഇതില്ലെങ്കിൽ റഷ്യൻസ് തീർന്നു. കാരണം ഇതില്ലാണ്ട് അവർക്ക് ജീവിതമില്ല. ഒരു ദിവസം നമുക്കും ഒരു നേരം 10 പ്രാവശ്യം കഴിക്കാൻ അവന്മാര് കുടിക്കുന്നുണ്ടാവുക. ഉറങ്ങാൻ പറ്റില്ല, ഉറക്കം പോവും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത്ര പോലെ തന്നെ. ന്യൂട്രലുണ്ട്, കോൺഫ്ലെക്സ്, പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതന്നെ റഷ്യൻസിന്റെ കൂടിയാണെങ്കിൽ. പക്ഷെ ഇന്ത്യൻസിന്റെ കൂടിയാണെങ്കിൽ അത് പലതും ഉണ്ടാവും. അച്ചാറ്, മിച്ചാറ്, അത് ഇത്. പിന്നെ ഇതായിട്ട് റെഫ്രിജറേറ്റ് കീപ്പ് ചെയ്യുന്ന പ്രൊവിഷൻ റൂം. കയറാൻ പാടില്ല, പ്രത്യേകിച്ച് ടെമ്പറേച്ചറും കാര്യങ്ങളും. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടും മീറ്റ് റൂം, നമ്മുടെ ചിക്കൻ, മട്ടൻ, ബീഫ്, പോർക്ക്. പിന്നെ ഇത് ഇന്ത്യൻ ഷിപ്പ് അല്ലാത്തത് കൊണ്ടും ഇന്ത്യൻസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ബീഫും പോർക്കുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. എല്ലാം ബീഫ് 3 നേരം ബീഫ്, തണുപ്പുണ്ട്, നല്ല. പിന്നെ ഇതിനകത്ത് തന്നെ പറഞ്ഞാൽ നമ്മളെ ബ്രെഡൊക്കെ ഇതിനകത്താണ് സൂക്ഷിക്കുന്നത്. കാരണം ബ്രെഡ് മോശമാകാണ്ടിരിക്കാൻ വേണ്ടി ബ്രെഡ് ഉണ്ട്. പിന്നെ ചിക്കൻ, മട്ടൻ, ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. കണ്ടില്ലേ, ഇതൊക്കെ ഭയങ്കര എന്താ പറയാ, ഞങ്ങൾക്ക് ഫ്രീസായിട്ടുള്ളത്. ഇതൊക്കെ കൊണ്ടുപോയി വെള്ളത്തിലിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ മസാലയില്ല, പുഴുങ്ങി. അടുത്തതാണ് വെജിറ്റബിൾ റൂം. വെജിറ്റബിൾ പറയുമ്പോൾ അത്യാവശ്യം ഒരു സലാഡ്സും ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇത് തന്നെയാണ് ഫ്രൂട്ട്സ് റൂം. ഫ്രൂട്ട്സും കാര്യങ്ങളും ഇവിടെ തന്നെയാണ് സ്റ്റോറേജ് ചെയ്യുന്നത്. ഫ്രൂട്ട്സ്. പിന്നെ ഇത് കണ്ട ലീവ്സ്. ഇതെന്ത് ലീവ്സ് അളിയാ? ഇത് ലീവ്സ് അല്ല, സോറി, ഇത് ബീട്രൂട്ടിന്റെ ലീവ്സാ. ഇത് ബീട്രൂട്ട്. പിന്നെ എഗ്സ്. പിന്നെ എന്താ സോൽപ്പടിയാ ഈ സാധനം. ഇതൊന്നും നമ്മളൊക്കെ അങ്ങനെ കഴിക്കാറില്ല. ഒരു കുറവ് ഇല്ല, എല്ലാ ദിവസവും. അത് ഉച്ചക്കും കിട്ടും, ചിലപ്പോൾ ഉണ്ടെങ്കിൽ രാത്രിയും ഉണ്ടാവും. അമ്മാതിരി അത്യാവശ്യം നല്ല ഉണ്ടാവും. നല്ല രീതിയിലാണ് ഫുഡിന്റെ കാര്യത്തിൽ. ഫുഡൊക്കെ കറക്റ്റ് ഇതാണ്. കാരണം ഫുഡിന്റെ കാര്യത്തിലൊരു എന്താ പറയണ്ടേ, നമുക്കിവിടെ വരാൻ പോകുന്ന ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ എടുത്തെടുത്ത് നടുവിന്റെ ഔപ്പാനം വരും. അമ്മാതിരി. അടുത്ത പ്രാവശ്യം നമുക്ക് പ്രൊവിഷൻ എടുക്കുന്നതിന്റെ ഒരു വീഡിയോ ചെയ്യാം. അത് കാണിച്ചു കൊടുക്കാം. നാട്ടിലെ ഒരു കടയിൽ നിന്നായിരുന്നെങ്കിൽ പിടിച്ചവനെ കിട്ടിയത്. ഫിഷ് റൂം ഇവിടെ അടിപൊളിയാണ്. കാരണം നല്ല തണുപ്പുണ്ട്. ഫിഷ് റൂം നല്ല തണുപ്പുണ്ട്. എന്നാ പോലും ഇതോണ്ട ഇപ്പം നമ്മളെ ഇതാണ് ഫിഷിൻ്റെ ഇതേപോലെ ബോക്സ് ആയിട്ടാണ് ഇടുക. ഇത് കൊണ്ടുപോയി നമ്മൾ നല്ല ഫ്രീസായിട്ട് ഉണ്ടാവുക. ഒരു മാസമൊക്കെ ഇപ്പം വന്നിട്ട് ഏകദേശം എനിക്ക് വന്നിട്ട് 2 ആഴ്ചയായി നമ്മൾ ഫ്രീസ് വന്നിട്ട്. ഇപ്പം ഇതൊക്കെ നല്ല ഫ്രീസായിട്ട് ഉണ്ടാവുക. ഇതൊക്കെ കൊണ്ടുപോയി റെഡിയാക്കി വെക്കലാണ് നമ്മുടെ ചീഫ് കുക്കിൻ്റെ പണി. ഇതൊക്കെയാണ് ഇങ്ങനെയാണ് ഇവിടെ ഫിഷ് സ്റ്റോറേജ് ചെയ്യുക. ഈ സ്റ്റോറേജ് ഇത് ഭയങ്കരമില്ല, ഭയങ്കര ഫ്രീസായിട്ട് ഉണ്ടാവുക.
പക്ഷേ ഇതും മസാല ഒന്നും ഇടൂല, ജസ്റ്റ് വെള്ളത്തിലിടുന്നു പുഴുങ്ങുന്നു തരുന്നു. പക്ഷെ ഇവര് കൂടുതലും ഫിഷ് കൊണ്ട് സൂപ്പാണ് കൂടുതലും ചെയ്യണേ കേട്ടോ. ഫിഷ് സൂപ്പ് പ്രൊവിഷൻ റൂം ചെയ്ത് നമുക്ക് വെളിയിലുള്ള വ്യൂ കൂടെ കണ്ട് മതി. video നിർത്താം. ഇനി കുറച്ച് വെളിയിൽ അയച്ചു കൊടുക്കാം. വാ